ഏറ്റവും പ്രയാസവും വിഷമവും ഒക്കെയുണ്ട് ഇത് പറയുന്നതിനകത്ത്. ഈ തൊഴുത്തിൽ കുത്ത് അവസാനിപ്പിച്ചു. ആരും ന്യായീകരിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട്. മനസ്സിലായി? നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ് ഈ പുറത്തുള്ളവരും. നിങ്ങൾ മാത്രം വലിയ ബുദ്ധിമാനും 2-3 ആറ്റം ബോംബും സ്കഡ് മിസൈലൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന വലിയ ബുദ്ധിമാനന്മാരാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. പാർട്ടി തന്ന സ്ഥാനമാനങ്ങൾ അത് കൃത്യമായി ഭംഗിയായി ഉപയോഗിച്ച് മുന്നോട്ട് എന്താ പറയുക, പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, വാക്ക് തർക്കങ്ങൾ അതൊക്കെ അങ്ങ് അവസാനിപ്പിക്കുക. ഇനി ആരെങ്കിലും ഒരാളത് പറയുന്നത് ആ ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുക. പിന്നെ അതിനെ ന്യായീകരിച്ച് വേറെ ഒരുത്തൻ, പിന്നെ അതിനെ തള്ളിപ്പറഞ്ഞ് മറ്റൊരുത്തൻ, ഇങ്ങനെ വരിയായിട്ട് ഇങ്ങ് വരണ്ട. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം മറ്റേ KSUവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ച രീതിയെ പറ്റിയാണ് ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇനി എത്ര വലിയ കൊമ്പത്തവനായാലും ആ പ്രതികരിച്ച രീതി ശരിയല്ല. അതിനൊന്നും ഒരു തർക്കമില്ല. അത് കേരളത്തിലെ അരിഭക്ഷണം കഴിക്കുന്ന, നെല്ലുകുത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ നൌഷാദ് അലി, പിന്നെ നൌഷാദ് അലിനെ ന്യായീകരിക്കാൻ വേണ്ടി BRM ഷഫീർ, പിന്നെ അതിനെ വിമർശിക്കാൻ വേണ്ടി VR അനൂപ്. ഇതൊക്കെ കോട്ടം സംഭവിക്കുന്നത് പാർട്ടിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഇതെല്ലാം കാണുന്നത് പൊതുസമൂഹമുണ്ട് ഇവിടെ. മനസ്സിലായി? പിന്നെ ഇനി എന്തൊക്കെ നിങ്ങൾ ഏഴ് വന്നിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ ആരും ശ്രമിക്കുകയൊന്നും വേണ്ട. ഒരു പക്വതയുള്ള മുഖ്യമന്ത്രി, അത് ഞങ്ങളെ വിദ്യാർത്ഥി യുവജന സംഘടന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉപദേശിക്കേണ്ട ഒരു വ്യക്തിയാണ്. അല്ലാതെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് മാധ്യമങ്ങളത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ KSUവിന് ഒരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അവരാരാ ചോദിക്കാൻ? ഇവിടെ സർക്കാരിന്റെ പ്ലീഡർ തീരുമാനിക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലെ KSU എന്നൊക്കെ ധാർഷ്ട്യത്തോടെ ചോദിക്കുമ്പോൾ അതിന് അവർക്ക് അവകാശമൊക്കെ ഉണ്ട്. പിന്നെ ഈ പുള്ളി ഒറ്റക്കൊന്നുമല്ലോ തീരുമാനിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്നും പറ്റിയിട നിങ്ങൾ വലിയ അങ്ങ് താത്വിക അവലോകനം ചെയ്തിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. പാർട്ടിയാണ്, പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരുത്തനും എന്താ പറയേണ്ടത് എന്ന് കടക്കാനും ശ്രമിക്കണ്ട. ഇതൊക്കെ പാർട്ടി കൊടുക്കുന്നത്. അതല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കും നിങ്ങൾ അമേരിക്കൻ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടോ അല്ലെ ഓക്സ്ഫോർഡ് ക്യാമ്പസിനകത്ത് പോയിട്ട് പരീക്ഷ എഴുതി പാസ്സായി കിട്ടിയതൊന്നുമല്ല. ഇത് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നതാ. അപ്പൊ എല്ലാവരും വിശ്വാസത്തിലെടുക്കണം. KSUവിന് പറയാനുള്ളത് കേൾക്കണം. ഇനി KSU പറഞ്ഞത് ശരിയായില്ല, പത്രസമ്മേളനത്തിൽ അങ്ങനെ എന്താ പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക. അവർ കൊച്ചുങ്ങളല്ലേ, അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അങ്ങനെ ഉപദേശം അവരെ ശരിയാക്കി എടുക്കുക. മനസ്സിലായ? അല്ലാതെ അവരെ വിമർശിച്ച് പിന്നെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയോട് സമയം അന്വേഷിച്ചപ്പോൾ അത് നിഷേധിക്കുക, ഇതൊന്നും ശരിയായ കീഴ്വക്കൊന്നുമല്ല. ആ തലക്കണമൊന്നും പാർട്ടിക്കകത്ത് വേണ്ട. മനസ്സിലായ? പിന്നെ KSU എന്തെങ്കിലും അവകാശമോ കാര്യങ്ങളോ പറഞ്ഞ കാര്യം തറവാട് സ്വത്ത് വീതം വെക്കുന്ന ഭാഗമായിട്ടല്ല അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് അവകാശമുണ്ട്. ഇത് പൊതുവായ പ്രസ്ഥാനമാണ്, എല്ലാവരും കൂടിച്ചേരുമ്പോ പ്രസ്ഥാനമാകുന്നുള്ളൂ. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. പിന്നെ എന്തെങ്കിലും ഈ ഇവരൊക്കെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും നക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയിൽ വേണ്ട. അതൊക്കെ കുറെ നമ്മൾ കണ്ടതാ. മനസ്സിലായ? ഇന്ന് കാലത്ത് എഴുന്നേറ്റം തുടങ്ങി VR ഷഫീറിന്റെ ഒരു വലിയ പട്ടിക പോലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് VR അനൂപിനെതിരെ. അപ്പം ആ പുള്ളിന്റെ ആദ്യം കണ്ണാടിയിൽ മുഖം എടുത്തിട്ട് നോക്ക്. പണ്ടൊരു പ്രസംഗത്തിനകത്ത് K. സുധാകരന്റെ ഒരു പൊതുയോഗത്തിനകത്ത് പ്രസംഗിച്ചപ്പോൾ അയാളുണ്ടാക്കിയ ഡാമേജ് എന്താന്നുള്ള കാര്യം ആ പുള്ളിനോടൊന്ന് ചോദിക്കാൻ വേണ്ടി പറ. പിന്നെ വെറുതെ തൊള്ളേക്കൊള്ളാതെ വാക്കെല്ലാവർക്കും ഞങ്ങൾക്കും പറയാനറിയാം, എല്ലാവർക്കും അറിയാം. തെറ്റിനെ തെറ്റായിട്ട് കാണണം. തന്ത തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് തന്തനോട് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. അല്ലാതെ എന്തെങ്കിലും കിട്ടും അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് മന്ത്രിയായ MLA എന്ന് വെച്ചിട്ട് അങ്ങ് ഇത് ഇട്ടടിക്കുകയല്ല വേണ്ട. KSUവിന്റെ പിള്ളേരോട് ചെയ്ത തെറ്റ് തന്നെ അവരെ അവഹേളിക്കരുത് സമൂഹത്തിന്റെ മുമ്പിൽ. ഒരു കേരളത്തിന്റെ മുഖ്യയെ അതൊന്നും ചെയ്യാൻ പാടില്ല. അവരാ തീരുമാനിക്കേണ്ടെന്ന് യോജിക്കാൻ എന്ത് റൈറ്റ് ആ പുള്ളിക്കുള്ളത്? അതും നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ അതിനെ ന്യായീകരിക്കാനാണ് നിങ്ങൾ വരുന്നത്? ആ വിദ്യാർത്ഥികള് പോലീസുകാരുടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പോലീസുകാരുടെ ക്രൂര മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ അവര്? ഇല്ലേ? ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കൂ. ഇന്നും കേസും കോടതിയുമായിട്ട് അവറ്റകൾ കയറി നടക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ അവർക്ക് വിചാരങ്ങൾ ഉണ്ടാവും. അത് പറയുമ്പോ കുറച്ച് പക്വതയും ഇതൊക്കെയുള്ള അവര് അത് കേൾക്കുക. അത് ഇതിനു മുമ്പും KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഞങ്ങളുടെ സർക്കാരിനെതിരെയൊക്കെ സമരങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അത് ചരിത്രം അങ്ങനെയല്ലേ? അന്ന് അന്നത്തെ മുഖ്യമന്ത്രിമാർ അങ്ങനെയാ പറഞ്ഞത്, കോൺഗ്രസിന്റെ അല്ലല്ലോ. അവരെ വിളിച്ചു, അവരെ കാര്യങ്ങൾ പരിഗണിക്കും, കേൾക്കും. അതിന് തെറ്റാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് തിരുത്തണം എന്ന് പറയും, അല്ലെങ്കിൽ അത് നമ്മൾ അരിവാപൂർവ്വം പരിഗണിക്കാന്ന് പറയും. അങ്ങനെയൊക്കെയല്ലേ പറയണ്ടേ? അല്ല ദാക്ഷ്യത്തോളം അവരാരാ തീരുമാനിക്കാന്ന് ചോദിക്കുമ്പോ
ഇവരൊന്നും കുടുംബ സ്വത്തിന്റെ ഭാഗം വെക്കേണ്ട ഭാഗമായിട്ടല്ലല്ലോ അവർ അഭിപ്രായം പറഞ്ഞത്. അറിയോ? അങ്ങനെ പാർട്ടിക്ക് മുകളില ഇത് ഏകാധിപത്യ ഒരു കോൺഗ്രസ് പാർട്ടിയല്ലേ ഇത്? ഏത് ഈ പാർട്ടി രൂപം കൊണ്ട കാലം തൊട്ട് തന്നെ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കൂടിയാലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ തരത്തിൽ കാണണോ? മനസ്സിലായ? ആകാശത്തിന് കീഴെ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയുന്നുള്ള വിചാരമൊന്നും ആർക്കും വേണ്ട ഇവിടെ. മനസ്സിലായ? ഇനിയും പത്രമാധ്യമങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ഒരു കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനയെ പറ്റിയാ ചോദിക്കുന്നത്. ആ പുള്ളിക്ക് ലേശം നെല്ല് കുത്തിയെന്ന് ചോറാതെ നിന്നുണ്ടെങ്കിൽ ആ പുള്ളി എന്താ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് വിട്ടിട്ടില്ല. ഇനി KSUവിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരെ വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ ചർച്ച ചെയ്യട്ടെ. എന്ത് രസമുണ്ട് കേൾക്കാൻ, എന്ത് ഇമ്പമുണ്ട് കേൾക്കാൻ. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുമോ? ഒരു ബുദ്ധിയുള്ളവൻ അങ്ങനെയല്ല ചെയ്യുക. തലക്കകത്ത് ഇച്ചിരി തലച്ചോറുണ്ടെങ്കിൽ എല്ലാം പുസ്തകത്തിലെ കൂടി വായിച്ചിട്ടു അല്ലെങ്കിൽ കോളേജിനകത്തൊന്നും നേടിയെടുക്കാനും കിട്ടില്ല എല്ലാ അറിവും. അവനവന്റെ സ്വയം ബോധത്തിനനുസരിച്ച് ചില അറിവുകൾ ഉണ്ടാക്കണോ? ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു ഒഴിവാൻ. അതല്ലാതെ അവർക്കെന്ത് കാര്യം? തിരുവനന്തപുരത്തുള്ള ലോ കോളേജിലെ യൂണിറ്റാണോ തീരുമാനം? അങ്ങനെ ലോ കോളേജിലെ കൂടി യൂണിറ്റിലെ കൂടിയൊക്കെ വന്ന് യൂത്ത് കോൺഗ്രസ് എന്നിട്ട് കോൺഗ്രസ് അങ്ങനെ നേതാക്കന്മാരാകുന്നത്. മനസ്സിലായ? ആ കൊച്ചുങ്ങള് ക്യാമ്പസിനകത്ത് KSU ഇല്ലെങ്കിൽ പിന്നീട് വളർന്ന് യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുമോ? ആ യൂത്ത് കോൺഗ്രസ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവുമോ ഇവിടെ? അപ്പം എവിടെയാണോ കോൺഗ്രസിന്റെ അടിവേരി അവിടെയാ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മനസ്സിലായ? പിന്നെ അധികാരം കിട്ടി, കസാല കിട്ടി, ഇനി മതി, ഞാനും എന്താ തട്ടാനും മതി എന്ന് മാത്രമുള്ള ചിന്ത അതങ്ങ് മാറ്റിവെക്ക്. മനസ്സിലായ? പിന്നെ ഈ സീറ്റും വിജയിച്ചിട്ട് കേരളത്തിന്റെ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനിത് കഴിഞ്ഞ 2-3 ദിവസമായി ഇത് കാണുന്നത് ഒഴിവാക്കി വിട്ട് നമ്മൾ പറയാൻ കഴിയില്ല, പറയണ്ട. ഇത് നോക്കുമ്പോ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോ ഒരുത്തൻ വലിയ പട്ടിക, ഒരുത്തൻ മറ്റോന്റെ അഭിപ്രായം, പിന്നെ VR അനൂപിനെ അങ്ങ് ഉണ്ടാക്കി കളയണം. VR അനൂപിന്റെ കാര്യങ്ങൾ പറയണോ? പിന്നെ ചെയ്ത തെറ്റ് പറയണ്ടേ? നിങ്ങളെ പോലെ അടിമത്തം പേരിട്ട് നക്കിയിട്ട് നടന്നിരുന്ന സ്ഥാനമാനങ്ങൾക്ക് പിന്നെ പുറകെ നടക്കുക അല്ല. അദ്ദേഹം പാർട്ടിയുടെ കറകളഞ്ഞ കോൺഗ്രസ് വികാരം മനസ്സിനകത്ത് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ വിചാരിക്കുന്നത് VR അനൂപ്. കാരണം എന്താ അറിയോ? തെറ്റ് കണ്ടില്ല ചൂണ്ടിക്കാണിക്കപ്പെടണോ? മറ്റൊരു പോഷക സംഘടന ഇതേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് കൊച്ചാക്കി കാണിക്കാൻ അവനിക്ക് അദ്ദേഹത്തിനൊക്കെ പിന്നെ അധികാരമുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കാൻ അതേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് തിരുത്തിക്കാനുള്ള ബാധ്യത VR അനൂപിനുണ്ട്. മനസ്സിലായ? അപ്പം VR അനൂപിനെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ ഇപ്പം വരിയായിട്ട് 2-3 എണ്ണം വന്നിട്ടുണ്ട്. അത് 4 മടക്കി പോക്കറ്റിലും കിട്ടി. ഇതൊക്കെ ജനം തീരുമാനിക്കും. മനസ്സിലായ? VR അനൂപ് പറഞ്ഞാൽ എന്താ തെറ്റ്? സംഘപരിവാറിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വിഷം മാത്രം തുപ്പി നടക്കുന്ന രണ്ടെണ്ണത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ സമയം അനുവദിക്കുക. എന്നാൽ ഈ കോൺഗ്രസിന് വേണ്ടി ചവിട്ടും മടിയും കുത്തും കിട്ടി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ഞങ്ങളെ കൊച്ചനുജന്മാർ എന്തോ കാര്യം പറയാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന് അപേക്ഷിച്ചിട്ട് കാണാൻ അവസരം ചോദിച്ചപ്പോൾ അത് നിഷേധിക്കുക. പിന്നെ അത് അനൂപ് പറയണ്ടേ? അത് പറഞ്ഞില്ലെങ്കിൽ ആര് പറയാനാ? എന്താ ഇവന്റെ കാൽക്കുള്ള പാർട്ടി മുഴുവൻ നിൽക്കേണ്ടത്? ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ഇട്ടോളണം. ശ്രദ്ധിച്ചിട്ട്. വെറും ഊളന്മാരല്ല ഈ പുറത്ത് നിൽക്കുന്നവരൊന്നും കേട്ടാ. ഞങ്ങളൊന്നും ഇന്ന് വരെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ. മറ്റുള്ളവന്റെ വായിലെ തെറി മുഴുവൻ ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി വാദിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. ഞങ്ങൾക്ക് ദണ്ണുണ്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ അവഹേളിച്ച് വിടുമ്പോ. വേറെറ്റം വന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതിലെന്താ തെറ്റ്? ഇപ്പൊ ഇത് വിധിക്കാൻ വേണ്ടിട്ട് ജഡ്ജിയാക്കി വെച്ചതല്ലേ ഈ നൗഷാദ് അലിഞ്ഞല്ലോ. തെറ്റും ശരി തീരുമാനിക്കും നിങ്ങളാരാ? ബായ കൂട്ടി മിണ്ടാണ്ടിരുന്നോ? ML സ്ഥാനം കിട്ടിയെങ്കിൽ അതിന്റെ ശമ്പളവും സാലറിയും മേടിച്ചിട്ട് എന്താണോ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിച്ചോ കേട്ടാ. ML സ്ഥാനം കിട്ടിയെങ്കിൽ ബ്രൂണെ സുൽത്താന്റെ അധികാരം പോലെ അങ്ങ് എക്കാലം ഇതുണ്ടാവുന്ന 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളൂ. 5 വർഷത്തേക്ക്. അത് മനസ്സിലാക്കിക്കോ. അതിനപ്പുറവും വരും ഇലക്ഷനൊക്കെ. അതിനപ്പോ ഈ KSUവും ഈ പറയുന്ന ജനങ്ങളൊക്കെ ഇവിടെ കാണും. എന്നാ പിന്നെ പക്ഷം പിടിക്കാണ്ട് മാറി അങ്ങോട്ട് നിൽക്കുക. അതല്ല എന്തായാലും ഇപ്പം ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പുറകെ പോകേണ്ട ആവശ്യം എന്താണ്? ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളില്ലേ ഇല്ലേ? അതിനത് അഡ്രസ് ചെയ്യും നിങ്ങൾ. വലിയ ഓവർ സ്മാർട്ടായ
ഇവരുടെ കുറച്ചാളെ വിചാരമുണ്ട്. ഈ ഭൂമിക്ക് ആകാശരികൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്കേ അറിയും. നമ്മൾ മാത്രം ഇവിടുത്തെ വമ്പന്മാർ. നമ്മളെ കൊണ്ട ബാക്കിയങ്ങ് അധികാരത്തിൽ വന്ന് പറഞ്ഞതൊന്നും പ്രവൃത്തിയൊന്നും ചെയ്യല്ല. പിന്നെ ഇതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ മുന്നോട്ട് പോക്ക്, എന്താണ് മനുഷ്യന്മാർ ചെയ്യുന്നതൊക്കെ നോക്കി കാണാനുള്ള വിശേഷ ബുദ്ധിയും വിവേകമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ട്. മനസ്സിലായ? സ്വന്തം പാർട്ടിക്കകത്ത് എന്തോ ആ കുഞ്ഞുങ്ങൾ എന്തോ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാവട്ടെ, തെറ്റ് 100% കാസിന്റെ ഭാഗത്ത് തന്നെ ആവട്ടെ. പക്ഷെ അവരെ ശരിയാക്കിയെടുക്കേണ്ട ബാധ്യത ഈ തലമുതിർന്ന നേതാക്കന്മാർക്കല്ലേ? അവരെ സമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കുക വേണ്ട. ഇങ്ങനെ അവരെയൊക്കെ അവഹേളിച്ച് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എന്നിട്ട് വേറെ തന്റെ ഗണിതം അവന് എങ്ങനെ പാർട്ടിക്ക് വേണ്ടി തന്നെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തിനാലും പറഞ്ഞോളൂ. അതിന് നിങ്ങൾ ടെൻഷൻ നടിക്കണ്ട. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നിങ്ങൾ ഇന്ന് തറവാട് സ്വത്ത് നിങ്ങൾക്കുള്ള അതേ റൈറ്റും അതേ പ്രവേശനം ഇപ്പുറത്തോനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ താത്വിക അവലോകനം ചെയ്തിട്ട് വലിയ പാർട്ടിക പോലത്തെ പോസ്റ്റ് അങ്ങിട്ടിട്ട് അതിപ്പം ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈലിൽ മുഴുവൻ ഇങ്ങ് തള്ളിത്തരിക. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അന്ന് സ്റ്റേറ്റ്മെന്റ് ആ മുഖ്യമന്ത്രി നടത്തി, അത് തെറ്റാ. ഏത് പൊന്നുവൻ ഏത് വാപ്പയാലും പറയണോ? എന്നാ മുഖ്യമന്ത്രിയെ ഉപദേശിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് എന്താ പിടിക്ക പറക്കുന്നുണ്ടാ? എന്താ പിടിച്ച് പുതുങ്ങാ ചങ്ങായി? പറയണം, ആ പറഞ്ഞ തെറ്റാണ്. അങ്ങനെ ഞങ്ങളെ വിദ്യാർത്ഥി യുവസംഘടനയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് എന്താ കാര്യം? അവർക്ക് കാര്യം ഉള്ളതുകൊണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടാകുക. ജനാധിപത്യത്തിൽ എന്താ പറയാൻ പാടില്ലേ? ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇവനൊക്കെ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ അവഹേളിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് വരിയായിട്ട് പറഞ്ഞതിലെന്താ തെറ്റ്, പറഞ്ഞതിലെന്താ അതിന് കുറവുകേട്? ഇവര് വിധിക്കാനാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിയാ, അല്ല ഐക്യരാഷ്ട്രസഭയിൽ എനിക്കുള്ള തലവന്മാറാ ഇവര്. ബാക്കി കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കോൺഗ്രസിലെ മറ്റുള്ള പ്രവർത്തകർക്ക് ഊഴന്മാറാ ഇവരെ ധരിക്കുന്നത്. ഞങ്ങളിൽ നിന്നും നെല്ലുകുത്തിയറിന്റെ ചോറന്നെയാ. ഞങ്ങൾക്കും ഇതെന്താ കാണിക്കുന്നത്, എന്താ ഈ നടക്കുന്നുള്ള കാര്യങ്ങൾ. ഒരു പാർട്ടി ഇത്ര നല്ല പവർഫുള്ളിൽ അധികാരത്തിൽ വന്ന് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഗവൺമെന്റ് ആക്കി മാറ്റേണ്ടതിന് പകരം 77 ദിവസമായി ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് 145 വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങ് നിങ്ങളോ ഒരു സൂക്ഷ്മത കുറവല്ലേ? ഓരോരോ സ്ഥാനത്ത് ഓരോരാളെ നിശ്ചയിക്കുമ്പോൾ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഇപ്പൊ ഒരു മന്ത്രിയുടെ ഫേസ് സ്റ്റാഫിലേക്ക് ആളെ എടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ എടുക്കണോ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നും എടുക്കാൻ എന്നുള്ള ഈ പാർട്ടി നിങ്ങൾക്ക് തന്നെ അതേ സ്ഥാനം ഈ പാവപ്പെട്ട ഈ അണികൾക്കുണ്ട്, അവർക്കും കിട്ടേണ്ട ജോലി. CPM അധികാരത്തിലുള്ള സമയത്ത് അവരെങ്ങനെയാ ഫേസ് സ്റ്റാഫിലേക്കുള്ള ആളെ വെക്കുന്നത്? അല്ലെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും സീറ്റ് ഒഴിവ് വരുമ്പോൾ അവരെങ്ങനെയാ അവരെ ആളെ തിരികെ കയറ്റുന്നത്? ഒരു ഗ്രാമം മുഴുവനും പോലീസിലേക്ക് എടുത്തില്ല അവർ CPMന്റെ. എനിക്കറിയാലോ കണ്ണൂർ ജില്ലക്കകത്തുള്ള. ഇതങ്ങനെയല്ല, ഇത് ക്ലൈമത്തിന്റെ വട്ടെ കണ്ട സംഘി ചിന്തയിലും കണ്ട് CPMനെയൊക്കെ പിടിച്ചങ്ങ് കയറ്റി അത് കുച്ചുങ്ങൾ ഈ അടിയും കുത്തും കോൺഗ്രസിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ഏതെങ്കിലും പാവങ്ങൾ പറയുമ്പോൾക്ക് അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെ പറയാൻ പാടുണ്ടോ? പാർട്ടി വിരുദ്ധതയല്ലേ? നിങ്ങൾക്കിത് ചെയ്തു വെക്കാം, ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചൂടാ അല്ലേ? ഏതൊരു പേഴ്സൺ സ്റ്റാഫിൽ എടുക്കുന്നു ആ ഏരിയയിലുള്ള മണ്ഡലം കമ്മിറ്റി ഉണ്ടാവും, അവരോട് അന്വേഷിക്കുക. മണ്ഡലം കമ്മിറ്റി ബൂത്ത് കമ്മിറ്റിയോട് അന്വേഷിക്കുക. എന്നിട്ട് ആ വെക്കുന്ന ആൾ ഇവർ കോൺഗ്രസിന്റെ ആളാണോ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണോ, പണിയെടുക്കുന്ന ആളാണോ, ജോലി ചെയ്യുന്ന ആളോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആളെ എടുത്തു വെക്കുക. അല്ലാതെ ഇത് ഇവറ്റകൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാർട്ടിക്കകത്തും കോൺഗ്രസ്സുകാരെ തെറിയും വിളിച്ച് ഈ പറയുന്നവനൊക്കെ തെറി വിളിച്ചവനായിരിക്കും കയറ്റി അങ്ങ് വെക്കുക. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്ക് അത് പറയാൻ പാടില്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ പേട്ടടി മേടിച്ച് റോഡ് മേലെ പോലീസിന് അടിയും ചവിട്ടും കുത്തു കിട്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോ. പക്ഷെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങളങ്ങ് തിരികെ കയറ്റി കളയും. അത് ചോദ്യം ചെയ്താൽ അതാരാ അവർ ചോദിക്കാൻ, ഇതാരാ ഇവർ ചോദിക്കാൻ? ഞാൻ ജീവന്റെ ഒക്കെ തറവാട് സ്വത്തിൽ വീതം വെക്കുന്നതായിരിക്കുന്ന ഞാൻ കുറച്ച് നോക്കി സോഷ്യൽ മീഡിയയിൽ. KSU എന്താ അഭിപ്രായം, ഏത് വിഷയത്തിനകത്താ പറഞ്ഞത് നോക്കിയാൽ. കാരണം ഇവനെ മാധ്യമങ്ങളോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇവരെ ഏതെങ്കിലും തറവാട് സ്വത്തായിട്ട് വീതം വെക്കുമ്പോൾ പറഞ്ഞതാണ് നോക്കുമ്പോ അല്ല. അപ്പം ഗവൺമെന്റിനകത്ത് ഒരാളെ വെക്കുമ്പോ
അവർക്ക് ചെറിയ അതിന്റെ അഭിപ്രായമുള്ളൂ, അതിന്റെ അഭിപ്രായം പറഞ്ഞു. അത് ആ തരത്തിന് മുഖലൊക്കെ എടുക്കണോ? ആ തരത്തിന് മറുപടി പറയണോ? അല്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണോ? അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിന്റെ മുൻ കോൺഗ്രസിന്റെ നേതാവ് DCC പ്രസിഡന്റായ സാദിഖയുടെ മകൻ നിയാസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അയാളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചു. അതും നിഷേധിച്ചു. കേൾക്കണം നിങ്ങൾ, ഇത് പറയണ്ടേ ജനങ്ങളോട്? അതിനുശേഷം വന്നിട്ട് ഈ ശശികല എന്ന് പറഞ്ഞ വിഷം തുപ്പി നടക്കുന്ന ശശികലനെയും ഈ RB ബാബുവിനെയും കാണാൻ സമയം അനുവദിക്കുക, എന്നിട്ട് കൂടെ ഇരുന്ന് സല്ലപിക്കുക, ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, എന്നിട്ട് പറയും ഞാൻ മുഖ്യമന്ത്രിയല്ലേ, എനിക്കങ്ങനെ ആളെ കാണണ്ട. അങ്ങനെ കാണണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. സ്റ്റേറ്റിനകത്ത് സമാധാനക്കേട് ഉണ്ടാക്കുന്ന പച്ച വർഗീയത പറഞ്ഞ് നടക്കുന്നവരെ കാണണം. എന്താ ഒരു കിഴവക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യമായിട്ടുള്ള നാളെ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ? എന്നിട്ടോ കൊടുത്ത നിവേദനം എന്താ? അവിടെയും വർഗീയത തന്നെ. ആ കൊടുത്ത നിവേദനം ഒരുപക്ഷെ ജനക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ടുള്ള നിവേദനമെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാക്കാം. അതുമല്ല കൊടുത്തത്, അവിടെയും വർഗീയതയാ കൊടുത്തത്. എന്നിട്ട് ഇതേ RB ബാബു വന്ന് പോസ്റ്റ് ഇടുക, ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി. എന്താ കൊടുത്തേ? എന്തേനോ ആ നിവേദനം? സ്കൂളിനകത്ത് ഇന്ന ഭാഷ പഠിപ്പിക്കാൻ പാടില്ല. ഒരു ഭാഷ ഏത് മനുഷ്യന്മാരും ഭാഷകൾ കൈകാര്യം ചെയ്ത് പഠിക്കുന്നത് നല്ലതല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുക, എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യുന്നില്ലേ? ഒരു പക്ഷേ ഹൈസ്കൂളിൽ നിന്ന് അറബി പഠിച്ച് എന്തെങ്കിലും കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവർക്ക് ജോലിക്കാരൊക്കെ കയറുമ്പോൾ സുഖമായ ഒരു നല്ല കാര്യമല്ലേ? ഈ ഭാഷ പഠിച്ചു അപ്പാട് മുസ്ലിം ആവല, അല്ലെങ്കിൽ അപ്പാടും മറ്റേ സംസ്കൃതം പഠിച്ചിട്ട് അപ്പാട് ഹിന്ദു അങ്ങ് ആയിപ്പോക്ക. അപ്പൊ അങ്ങനെ സ്കൂളിനകത്ത് പഠിപ്പിക്കുന്ന പാഠവിഷയത്തിന് പോലും വർഗീയത തിരികെ കയറ്റിയിട്ട് അത് നിവേദനം കൊടുക്കാൻ അത് ഒരു സ്വീകരിച്ചിട്ട് എന്നിട്ട് ഇവർക്ക് ഉറപ്പ് കൊടുത്തോൾ ഞാനത് അനുഭാവപൂർവ്വം അങ്ങ് പരിഗണിക്കും. എന്നിട്ട് ഈ സംഖ്യകൾ വന്നിട്ട് ഇവിടെ പോസ്റ്റ് ഇടുക. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് ഞങ്ങളെ നേതാക്കന്മാരോ ഞങ്ങളെ DC സെക്രട്ടറിമാരോ ഞങ്ങളെ KSUവിന്റെ കുഞ്ഞുങ്ങളോ കാണാൻ അനുവദിച്ചാൽ ഇല്ല, സമയമില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണോ നക്കുന്നുണ്ടെങ്കിൽ നക്കിയിട്ട് ആ വഴിക്ക് പോട് കേട്ടാ. ജനങ്ങളെ വിവരവും ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് അളവ് പോലും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളാക്കണം നല്ല ബുദ്ധിയും കാര്യങ്ങളും ചിന്തിക്കാനും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നോക്കിക്കാണാനൊക്കെ കഴിവുള്ള തന്റെ ഇടമുള്ളവർ ഇതിനെ കേരളത്തിലെ പൊതുസമൂഹം. അതുകൊണ്ട് തന്നെയാണ് ഈ 102 സീറ്റ് കിട്ടിയത്. കാരണം CPM-നകത്ത് അടിയുറച്ച് നിൽക്കുന്നവർ പോലും ആ ഗവൺമെന്റിന്റെ രീതി ശരിയല്ല എന്നുള്ള തോന്നിച്ച കൊണ്ടാ അവർ മാറി ചിന്തിച്ചത്. അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത് മുഴുവൻ കേട്ടുകാർന്നുണ്ടെങ്കിൽ ഈ സീറ്റോ ഇത്രയും മികച്ച വിജയം ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ലല്ലോ. അത് മാത്രം മനസ്സിലാക്കിയാൽ പോലെ ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം. ഇപ്പൊ KSUവിനെ തള്ളിപ്പറയാനും കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കാനും വരിയായിട്ട് ഇങ്ങ് വരിക. എന്നാൽ ആ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അയാൾ മനുഷ്യനല്ലേ? അല്ലേ? അയാളെന്തങ്ങനെ പൊട്ടി വീണ മനുഷ്യൻ ഇയാളാ? ആളോടും പറയണോ നിങ്ങൾ ആ പറഞ്ഞ കാര്യം ശരിയല്ല. അന്നേരം ഞങ്ങൾ വിചാരിക്കുക ഇവർ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. അല്ല, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന നിങ്ങൾക്ക് സുഖപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമ്പോ അവര് എന്ത് തത്വം ചെയ്താൽ അത് ശരിയാന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കണ്ട. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇതിനകത്ത് കമന്റ് ചെയ്യാൻ നോക്കട്ടെ. ഏതെങ്കിലും ഭക്തന്മാർ വരുന്നുണ്ടോ ഞാൻ നോക്കട്ടെ.